വേനൽ അവധിക്കാലം വോളിബോൾ പഠനത്തിനായി പ്രയോജനപ്പെടുത്തുകയാണ് കൊച്ചിയിലെ കുറച്ച് കുട്ടിക്കൂട്ടങ്ങൾ. BPCLന്റെ CSR ഫണ്ട് ഉപയോഗിച്ചുള്ള അവധിക്കാല ക്യാമ്പാണ് അമ്പലമുകളിൽ നടക്കുന്നത്. ഇതിഹാസ താരം ടോം ജോസഫിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടക്കുന്നത്. നാലാം ക്ലാസ്സുകാരൻ വേദിക്ക് മുതൽ 10ലും +2 ലും പഠിക്കുന്ന 80ലധികം കുട്ടികൾ. വൈകുന്നേരം 5 മണി മുതൽ അമ്പലമുകൾ BPCL ഇൻഡോർ സ്റ്റേഡിയം വോളിബോൾ ലഹരിയിലാകും. കുരുന്നുകൾക്ക് വോളിബോളിന്റെ പാഠങ്ങൾ പകർന്നു നൽകാൻ ഇന്ത്യൻ ഇതിഹാസം ടോം ജോസഫ്. കഴിഞ്ഞ 3 വർഷക്കാലമായി ഇപ്പോൾ ഞങ്ങൾ ഈ സമ്മർ വോളിബോൾ ടൂർ കോച്ചിങ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. അത് BPCLന്റെ CSR ഫണ്ട് ഉപയോഗിച്ച് അതിൽ നിന്ന് വടവോട് പുത്തൻകുരിശി ഗ്രാമപഞ്ചായത്ത് ചേർന്നാണ് ഞങ്ങൾ ഈ വോളിബോൾ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. വോളിബോളിൻ്റെ ബേസിക് പോലും ബാലപാഠങ്ങൾ പോലും അറിയത്തില്ലാത്ത കുട്ടികളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അവർ വന്നിട്ടിപ്പോൾ മനോഹരമായി ബോൾ തട്ടുന്നതും പിന്നെ അറ്റാക്ക് ചെയ്യുന്നതൊക്കെ ഒരു കാണുമ്പോൾ തന്നെ വോളിബോൾ താരം എന്ന നിലയിൽ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്ന ദിവസമാണ്. ഏഷ്യ കണ്ട ഏറ്റവും മികച്ച വോളിബോൾ താരങ്ങളിൽ ഒരാളിൽ നിന്നും കളി പഠിക്കാൻ സാധിക്കുന്നത് കുട്ടികൾക്കും മികച്ച അനുഭവം. വോളിബോൾ കളിക്കാൻ പറ്റും. വെറുതെ വീട്ടിലിരിക്കണേക്കാളും വോളിബോളൊക്കെ കളിച്ച് ഇവിടെ വന്ന് ഫ്രണ്ട്സുമായിട്ട് കളിക്കാൻ പറ്റും. പിന്നെ ഫിറ്റായിട്ട് നിൽക്കാൻ പറ്റും ഇവിടെ. അപ്പോൾ എല്ലാവരുമായിട്ട് ഇവിടെ വന്ന് കളിക്കും. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ കൂടുതൽ വർക്കൗട്ടാണ് ചെയ്യിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് ബോഡി സെറ്റ് ആയതിനു ശേഷം വോളിബോളിലേക്ക് കൂടുതൽ വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഐ ഫീൽ റിയലി ഗുഡ്. കാരണം വെക്കേഷൻ സമയത്ത് ഇത്ര ആൾക്കാരും കുറേ സ്കൂളുണ്ട്. ജോർജിയൻ ഉണ്ട്, ചോയ്സ് ഉണ്ട്, ഭവൻസ് മുൻഷി ഉണ്ട്. പിന്നെ എല്ലാവരും കൂടെ വരുമ്പോൾ ഒരു സ്കൂളുകൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനും ഉണ്ട്. സോ നല്ലതായിട്ട് തോന്നി. വളർന്നു വരുന്ന കുട്ടികൾ വഴിതെറ്റിപ്പോകാതെ ജീവിതത്തിൽ ഒരു ചിട്ട വരുത്താൻ ഇത്തരം ക്യാമ്പുകളിലൂടെ സാധിക്കുമെന്ന് രക്ഷിതാക്കളും ഉറച്ചു വിശ്വസിക്കുന്നു. ഡ്രഗ്സ്, ലഹരികൾ, മറ്റുള്ള കൂട്ടുകെട്ടുകൾ, വേറെ പല രീതിയിൽ നമുക്ക് എല്ലാ വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ പോകാതിരിക്കാനായിട്ട് ഇങ്ങനത്തെ ക്യാമ്പുകൾ ഈ കുട്ടികളെ ഈ പ്രായത്തിൽ ഒരു നർച്ചർ ചെയ്ത് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണ്. ഇങ്ങനെ ഒരു ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ ഭാവിയിലും അവരൊരിക്കലും വേറെ രീതിയിൽ പോകാൻ സാധ്യതയില്ല. നല്ലതായിട്ട് ലൂസ് ചെയ്യണം. ലഹരി വാർത്തകളിൽ ഇടം പിടിക്കുന്ന ഈ കാലത്ത് വോളിബോൾ എന്ന ലഹരിയിലാണ് ഇവിടുത്തെ കുട്ടികൾ. ജോയ് സിയാറിനൊപ്പം വിഷ്ണുപ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. വിഷ്ണുപ്രകാശ് ചേരുന്നുണ്ട് തത്സമയം. വിഷ്ണു, ഈ അവധിക്കാലം എന്ന് പറഞ്ഞാൽ തന്നെ കളിച്ച് നടക്കാനുള്ളൊരു കാലമാണ്. പണ്ടൊക്കെ കുഞ്ഞുങ്ങളിങ്ങനെ കളിച്ച് നടക്കുമ്പോൾ അമ്മമാർ ചീത്ത പറയുമായിരുന്നു, അടുത്ത വർഷത്തേക്കുള്ളത് പോയിരുന്നു പഠിക്കുക എന്ന് പറഞ്ഞ്. പക്ഷെ ഇപ്പോൾ അതും കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഫോണിൽ കളിച്ചിരിക്കുക അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് മുൻപിലിരിക്കുക സോഷ്യൽ മീഡിയയുടെ ഒരു ലോകത്താണ്. അല്ല എന്ന് വെച്ചാൽ ലഹരിക്ക് അടിമപ്പെടുന്ന കുഞ്ഞു കുട്ടികൾ ഒരു 17 വയസ്സിന് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളൊക്കെ വലിയ രീതിയിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഒരുപാട് വരുന്നുണ്ട്. കുട്ടികൾക്കിടയിൽ ലഹരി എത്രത്തോളം പിടിമുറുക്കുന്നു എന്ന് വിഷ്ണു ഇപ്പോൾ റിപ്പോർട്ടിന്റെ അവസാനത്തിൽ പറഞ്ഞതുപോലെ തന്നെ അവിടുത്തെ കുട്ടികളുടെ ഒരു പ്രയോറിറ്റി അല്ലെങ്കിൽ അവരുടെ ലഹരി എന്ന് പറയുന്നത് ഒരു കായിക ശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എങ്ങനെ നടക്കുന്നവരുടെ പരിശീലനവും അവരുടെ ഈ ഒരു അവധിക്കാല ആഘോഷങ്ങളും ഒക്കെ? ഈ ലഹരിയുടെ വാർത്തകളെല്ലാം സജീവമായിട്ട് നിൽക്കുന്ന ഒരു വേനലവധിക്കാലമാണ് ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രക്ഷിതാക്കൾക്കൊക്കെ വലിയ രീതിയിലുള്ളൊരു ആശങ്കയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ധാരാളമായിട്ടുള്ള കുട്ടികളാണ് ഓരോ സമ്മർ ക്യാമ്പിലും എത്തുന്നത്. അതുപോലെ ഇവിടുത്തെ BPCLന്റെ നേതൃത്വത്തിൽ അവരുടെ CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സമ്മർ വോളിബോൾ ക്യാമ്പാണ് നടന്നു വരുന്നത്. ധാരാളം കുട്ടികൾ ഒരു സാധാരണ ഇതിപ്പോൾ മൂന്നാമത്തെ വർഷമാണ് ഈ ഇത്തരത്തിൽ BPCL ഒരു സമ്മർ വോളിബോൾ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ടോം ജോസഫ് നമ്മളോട് തന്നെ പറഞ്ഞത് കഴിഞ്ഞ മുൻ വർഷങ്ങളിലെല്ലാം 10-30 കുട്ടികളൊക്കെയാണ് പങ്കെടുത്തിട്ടുള്ളൂ. പക്ഷേ ഈ വർഷം ധാരാളമായിട്ടുള്ള 80 കുട്ടികളാണ്. 80 കുട്ടികളിലും അതിൽ ഒരു 70 പേര് സ്ഥിരമായി തന്നെ തുടർച്ചയായി ഓരോ ദിവസവും ക്യാമ്പ് അറ്റൻഡ് ചെയ്തു വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ BPCL നമുക്കറിയാം കേരളത്തിലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ക്ലബ്ബുകളിൽ പേരുകേട്ട പ്രശസ്തമായിട്ടുള്ളൊരു ക്ലബ്ബാണ്. അപ്പോൾ അവർ കൊടുക്കുന്ന ഒരു ക്യാമ്പ് അത് ടോം ജോസഫ് നേരിട്ട് ആ കുട്ടികൾക്ക് അതിൻ്റെ പരിശീലന മുറകളെല്ലാം പറഞ്ഞു കൊടുക്കുന്ന ഒരു ക്യാമ്പ് എന്നുള്ളത് കൊണ്ട് തന്നെ ധാരാളമായിട്ടുള്ള ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു 25 കിലോമീറ്റർ ചുറ്റിൽ നിന്നും ആളുകൾ കുട്ടികളെ ഇവിടേക്ക് എത്തിക്കുന്നുണ്ട്. രക്ഷിതാക്കൾ ആയിട്ട് വന്ന് ഇവരെ കുട്ടികളെ അവിടെ പരിശീലനത്തിൽ എത്തിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. കുട്ടികൾക്ക് വേണ്ട CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെ വേണ്ട പരിശീലന കിറ്റുകളും അതോടൊപ്പം
അവർക്ക് അതിന് ശേഷമുള്ളൊരു ലഘുഭക്ഷണം, സ്നാക്സ് ആയിട്ടുള്ള വസ്തുക്കളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ എല്ലാ ക്യാമ്പ് സൗകര്യങ്ങളും അവിടെ ഒരുക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ അവധിക്കാലം ഇങ്ങനെ കൂടി ആഘോഷിക്കുക, വെറുതെ വീട്ടിൽ ചടഞ്ഞിരിക്കാതെ മറ്റുള്ള അനാവശ്യ കാര്യങ്ങളിലേക്കൊന്നും പോകാതെ കായികപരമായി ഇങ്ങനെ ഉപയോഗപ്പെടുത്തുക.